ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു 8 പേരുണ്ട്. ഞങ്ങൾ വാർവിക്കിൽ വന്നിരിക്കുകയാണ്. വാർവിക് ബോട്ട്സിൽ വന്നിട്ട് കയാക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കയാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. ഇതാണ് വാർവിക് ബോട്ട്സ്. നമ്മളിവിടെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. 8 പേര് ചേർന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്യാങ്. അപ്പോൾ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത ടിക്കറ്റും കാര്യങ്ങളും കിട്ടി. ബോട്ട് എടുത്തിട്ട് വേണം ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാനായിട്ട്. അപ്പോൾ ബോട്ടൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് കാണാം. ഈ ബോട്ട് സർവീസിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ എന്തായാലും എല്ലാവരും നല്ല സണ്ണി ഡേ ആയതുകൊണ്ടും ഒരു വീക്കെൻഡ് ആയതുകൊണ്ടും നല്ല തിരക്കുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ കയാക്കിങ്ങിനായിട്ടും ഈ ഗാർഡനിൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെയായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ടിക്കറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഗാർഡൻ ഒന്ന് കാണിച്ചതാണ്. അങ്ങനെ നമുക്ക് ടിക്കറ്റിൻ്റെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ ബാക്കിലാണ് ജസ്റ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് വന്നിരിക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ കൗണ്ടർ. ഇതാണ് നമ്മുടെ കായൽ വരുന്നത്. ഈ കനാലിലാണ് നമ്മൾ ബോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ധരിക്കണം. സേഫ്റ്റി ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കുട്ടികളുള്ളവർക്കൊക്കെ ഇതേപോലത്തെ ആകർഷണമായ മോഡൽസിലൊക്കെ ഉള്ള ഷേപ്പിലൊക്കെ ഉള്ള ബോട്ട്സ് ഉണ്ട്. ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അവരെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. Help each other out, tighten these so they're nice and tight. If you can't breathe, എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ബോട്ട് അസൈൻ ചെയ്ത് തരും. ആ ബോട്ട് എടുത്തിട്ട് നമുക്ക് തുഴയാൻ പോകാം. ഓക്കെ, നമ്മളും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു സെറ്റായി. ഇനി പോവുകയാണ് താറാവ് തുഴയാൻ. താറാവ്. When you get in it, it needs to be on it. Your knees to the side, what's called a thigh. പുള്ളി ഇത് എങ്ങനെയാണ് തുഴയേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. To adjust them. നമുക്ക് ബോട്ട് കിട്ടി. നമ്മൾ തുഴഞ്ഞു തുടങ്ങി. ഇതാണ് എൻ്റെ ബോട്ട്. ബാക്കി എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ബോട്ടാണ് വന്നിരിക്കുന്നത്. അത് വിപിൻ്റെ ബോട്ട്, ജോബിൻ, ജസ്റ്റിൻ, ജിബിൻ എല്ലാവരും ഇൻഡിവിജ്വൽ ബോട്ട്സ് എടുത്ത് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേരെ ബാക്കിലൊരു ക്യാസിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്ത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് സൈഡ് ഒതുക്കിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അടിപൊളി, കൊള്ളാം. പക്ഷേ നടുവൊരു സുഖമില്ലായ്മയുണ്ട്. അതെ, ഇത് 2 മണിക്കൂറാണ് നമുക്ക് ഇത് തുഴയാൻ തന്നിരിക്കുന്നത്. 2 മണിക്കൂർ എടുക്കുന്നു ഇത് പഠിക്കാൻ തന്നെ. എന്തായാലും കൊള്ളാം. ജിബിനാണിത്. ജിബിൻ്റെ പുറയിൽ കാണുന്ന ഒരു ക്യാസിലാണ്. പിന്നെ നമ്മുടെ ഈ കനാലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ക്യാസിൽ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഗാർഡനിലേക്ക് ഏരിയ ആണ്. കൊള്ളാം. വിപിൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റിൻ. ആ ക്യാസിലിൻ്റെ തൊട്ടടുത്ത് നമ്മളെത്തി. ഇത് നോക്കുക, ഇത് നല്ല അടിപൊളി കാട് പോലത്തെ ഒരു സ്ഥലം. കൊള്ളാം. അവിടെ ഒരു ചെറിയ പ്രശ്നം, നമ്മുടെ തുഴ പോയി. പക്ഷെ നിലയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവരൊക്കെ നല്ല പ്രൊഫഷണൽ വേയിൽ കയാക്കിങ് ചെയ്യുന്നവരാണ്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നവർ അതേപോലത്തെ പല താറാവിൻ്റെയും ഒക്കെ മോഡലിലുള്ള ബോട്ടുകൾ എടുക്കും. നമ്മളെപ്പോലെ അറിയില്ലാത്തവർ ഇതുപോലത്തെ സിംഗിൾ ബോട്ട് എടുത്തിട്ട് ഇങ്ങനെ നടക്കും. ഇതിനുള്ളിലേക്ക് നമ്മുടെ കാല് ഇതേപോലെ നീട്ടി വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇരുന്ന് തുഴയണം. ഏറെക്കുറെ അതിൻ്റെ ഒരു ട്രാക്കിലേക്ക് നമ്മളെത്തി. പക്ഷേ അവിടെ വെച്ച് നമ്മുടെ കൂടെയുള്ളവരൊക്കെ തുഴ പോയി. അപ്പോൾ ചെറിയൊരു ടെൻഷൻ വന്നു. ഇവരൊക്കെ നോക്കി എല്ലാ സ്റ്റൈലായിട്ടാണ് തുഴഞ്ഞു പോകുന്നത്. ഇത് ഇരിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ മുട്ടുകുത്തി നിന്നിട്ട് തുഴയുന്ന ബോട്ടുകളാണ്. അവരൊക്കെ തന്നെ അടിപൊളിയായിട്ടാണ് തുഴയുന്നത്. നമ്മളിവിടെ ക്രിക്കറ്റിൽ നിന്ന് തുഴയണ പോലെ നിന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുക. കൊള്ളാട്ടോ, നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് പരിപാടി. പിന്നെ വെള്ളത്തിലാണ്. ഇത് നിലമുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു സൈഡ് ഒതുക്കിയിരിക്കുന്ന ജിബിനും അവിടെ നമ്മുടെ ബാക്കി ബോട്ടുകളെല്ലാം ഉണ്ട്.
അങ്ങനെ മുട്ടോളം വെള്ളത്തിൽ ചോപ്പി മുങ്ങി പോയി. നമുക്കവിടെ വെച്ചൊരു ചെറിയൊരു പ്രോബ്ലം വന്നു. നമ്മളിപ്പോൾ നമ്മുടെ 3 ബോട്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അതിലൊരു ബോട്ട് മറിഞ്ഞെന്ന് വെച്ചാൽ വലിയ സീനൊന്നുമില്ല. കാരണം ഇതിൽ ആകെ അരയ്ക്ക് ഇപ്പോൾ വെള്ളമുള്ളൂ. പക്ഷെ അത് നിവർത്താൻ പറ്റണില്ല. അതുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു. നമ്മളവിടെ പോയി സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നിന്നില്ല. അങ്ങനെയാണ് എൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാനിക്കായി തുഴഞ്ഞപ്പോഴാണ് ജോബിനത് മറിയേണ്ടി വന്നത്. എന്തെല്ലാം സാധനം നിവർത്തി. ഇനി അവിടെ നിന്ന് കയറാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ടെല്ലാം നിവർത്തി. മറിഞ്ഞ ബോട്ട് നിവർത്തി. ഇപ്പോൾ എല്ലാവരും ആ ഡേഞ്ചറിന് ചെയ്തേക്കുന്നതിൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്നു. ഇനി നമ്മൾ പയ്യനെ തുഴഞ്ഞ് പോവാണ്. എല്ലാം ഓക്കെ ആയി. കാരണം സീനില്ല. കാരണം വെള്ളത്തിൻ്റെ അളവ് കുറവാണല്ലോ. നമ്മുടെ അരയ്ക്ക് താഴെ വെള്ളമുള്ളൂ. അതുകൊണ്ട് മറിഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈലും നമ്മുടെ ഡ്രസ്സൊക്കെ നനയുന്നുള്ളൂ. പറപ്പിച്ചു പോകുന്ന വിപിൻ അടിപൊളിയായിട്ട് തുഴയാൻ റെഡി ആയിട്ടുണ്ട്. നീ തിരിച്ചു വരണ്ട, ഞാൻ ഫോൺ എടുത്ത് വെക്കിട്ട് എൻ്റെ വട്ടം കിടക്കുക ബോട്ട്. ഇതൊരു അടിപൊളി പാലാട്ടോ. പാലത്തിൻ്റെ അടിയിലാണ് നമുക്ക് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും വരുന്നുണ്ട്. ഒരു ഫാമിലി ബോട്ടിങ്ങിൽ എൻജോയ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബോട്ട് ഹൗസ്. ഇതാണ് നമ്മുടെ മുങ്ങിപ്പോയ ബോട്ട്. അത് ചേട്ടനല്ല വെള്ളമെല്ലാം കളയാൻ വേണ്ടിയിട്ട് കരക്കെടുത്ത് വെച്ചാണ്. ചേട്ടനല്ല പോയത്, ജോബിനാണ് പോയത്. ഇവരൊക്കെ ഇതൊരു പ്രൊഫഷണൽ വേയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു കായികമായ അധ്വാനത്തിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ ചുമ്മാ ഒരു ദിവസം സമയം പോകാൻ വേണ്ടി വന്നിരിക്കണം. ഇതിൻ്റെ ടെക്നിക്കുകളോ അല്ലെങ്കിൽ ശാരീരികക്ഷമതയെ പറ്റിയൊന്നും ചിന്തിക്കാണ്ട്. എന്തായാലും നല്ല രസമാണ് ഈ കനാൽ. നമുക്ക് തുഴഞ്ഞൊക്കെ പോകാൻ നല്ല ഈസി ആയിട്ടുള്ളൊരു കനാലാണ്. സേഫായിട്ടുള്ള കനാലാണ്. നമുക്ക് വേണമെങ്കിൽ വാർവിക്കിൽ ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളങ്ങനെ കുറേ തുഴഞ്ഞ് ഒരു മണിക്കൂറായി നമ്മൾ തുഴയാൻ തുടങ്ങുന്നു. നല്ല രസമാണ് ഈ കനാലിൻ്റെ 2 സൈഡുകളൊക്കെ. നല്ല എൻജോയ്മെൻ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. തുഴഞ്ഞ് പോണ വഴിക്കുള്ള ഒരു പാലം. ദൂരെ നിന്ന് തുഴഞ്ഞു വരുന്ന വിപിൻ. ഇത് ബിപിൻ. ബിപിൻ നല്ല പ്രോ റൈഡറായി. എന്നാ പോക്ക പോണേ. വിപിൻ എന്നാ മറക്കുന്നു പറഞ്ഞത്. വിപിൻ എൻ്റെ ബ്ലോക്ക് ചെയ്ത് പോകുന്നു. അടുത്ത വിപിൻ അവിടെ നിന്ന് നമ്മുടെയൊക്കെ വീഡിയോ പിടിച്ചുകൊണ്ട് വരുന്നു. ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ചേച്ചി പ്രൊഫഷണൽ വേയിൽ. കേട്ടോ, അതാണ് ശരിക്കും, ഇങ്ങനെയാണ് ശരിക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തുഴഞ്ഞു വരുന്നത്. നമ്മൾ ഇതിക്കടെ എസ്സും എറും ഒക്കെ വരച്ചുകൊണ്ടാണ് തുഴയുന്നത്. ഞങ്ങളങ്ങനെ ഒരു ചെറിയൊരു കാടിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് പയ്യനെ ഒതുക്കി. ഇത് ലിയോണും ജസ്റ്റിനും. നമ്മുടെ പുറയിൽ പോകുന്ന ആ മച്ചാനൊക്കെ കണ്ടോ, അതൊക്കെ പണി അറിയാവുന്നവരാ. ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു കാടിൻ്റെ അടുത്ത് നമ്മൾ ചേർത്ത് നിർത്തി. നല്ല കൂള്. ചെറുതായിട്ട് വെയിലുണ്ട്, പക്ഷേ ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും ക്ഷീണമില്ല. നല്ല സ്റ്റൈലായിട്ട് തുഴയാൻ പറ്റും. ഇവരൊക്കെ നല്ല സ്റ്റൈലല്ലേ പോകുന്നത്. ഇതെല്ലാം ഇൻഡിവിജ്വൽ ബോട്ട്സ് ആയിരിക്കും. അവർ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് തുഴയുന്നേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമ്മൾ ബോട്ട് ഹൗസിൽ നിന്ന് നമ്മൾ റെൻറ്റിനെടുത്താണ്. ബാക്കി ആ പുറകെ കാണുന്ന 2 പേര് അവരൊക്കെ മിക്കവാറും അവരുടെ സ്വന്തം ബോട്ട് കൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് തുഴയുന്നതായിരിക്കും. തുഴയിനിടയ്ക്ക് ജോമോൻ ചേട്ടൻ്റെ പവർ ക്ലാസ് പോയി. ജോമോൻ ചേട്ടൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി. ജോമോൻ ചേട്ടൻ അവിടെ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ഇടാൻ വേണ്ടിയാണ് പറയാം. എന്റെ ഫോണിലില്ലേ നീ പറഞ്ഞു വിടൂ. ശരിയാ, ചേട്ടന് കട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റേ നമ്മുടെ ആറന്മുള വള്ളംകളിക്കൊക്കെ പോയിട്ട് ജയിച്ചു നിൽക്കുന്ന ആൾക്കാരെ പോലെ ഉണ്ട്.
ഞാൻ എടുക്കുന്നുണ്ട്. വാ എടാ, ഇത്ര ആത്മാർത്ഥം. എടുക്കുന്നുണ്ട്. എടാ ഞാൻ പറയട്ടെ, നമുക്കിനി നിർത്താൻ പരിപാടി. നമുക്ക് ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. അല്ല 1 മണിക്കൂറില്ല, 3/4 മണിക്കൂർ കൂടെ ഉണ്ട്. ഇത് മൊത്തം എനിക്കാണെങ്കിൽ ഇതിൽ എങ്ങനെ ടൂട്ടു അടിപ്പിക്കണമെന്ന് അറിയത്തില്ല. ജോമചേട്ടൻ പറയുമ്പോ ഏയ് ലൈവല്ല, ഞാൻ ഇട്ടോളാം. അയ്യോ ബിബിന് ആ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂട്ടം കൂടി നിന്ന് നോക്കുവാണ്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ 2 മണിക്കൂറത്തേക്കായിരുന്നു ബോട്ട് എടുത്തത്. ഞാൻ തുടങ്ങിയപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് നിർത്തണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നല്ല സേഫായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ പൈനെ ഒതുക്കി കയറാൻ പോവുകയാണ്. എടാ ജോമചേട്ടൻ നീന്തനാണോ അത് വീണാണോ? നമ്മളങ്ങനെ സൈഡ് ഒതുക്കി കഴിയുമ്പോൾ അവരുടെ സ്റ്റാഫ് വരും. സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ ബോട്ട് പിടിച്ച് വലിച്ച് അവരവിടെ കയറ്റി വയ്ക്കും. നമ്മളവിടെ ഇരുന്നാൽ മതി, നമ്മുടെ കാല് പോലും നനയ്ക്കേണ്ട. ഓ അതിനാ ജോമചേട്ടൻ്റെ ബോട്ടിനകത്ത് വെള്ളം അല്ലേ? ജോമചേട്ടൻ എല്ലാ വളവിലും മുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ജോമചേട്ടൻ്റെ ബോട്ടിൽ നിറയെ വെള്ളമാണ്. 5 രൂപ ചാൻ പറ്റിച്ചു. 5 രൂപ. ഓ പിന്നെ അവർ വലിച്ച് കയറ്റുവാണ്. Got one kayak here. Actually, I can do that. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തി. എന്തായാലും എല്ലാം തിരിച്ചു കിട്ടി. അതൊരു ഭാഗ്യം, എല്ലാം തിരിച്ചു വന്നല്ലോ. വെള്ളത്തിൽ പോയല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ സേഫായിട്ട് എത്തി. സേഫാണ് ഈ സ്ഥലം, ഒരു കുഴപ്പമില്ല. ഈ കനാലിലാണ് നമ്മൾ കയാക്കിങ് നടത്തിയത്. അപ്പോൾ ഞങ്ങൾ ഈ കായലിനോടും കയാക്കിങ്ങിനോടൊക്കെ വിട പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.